മഹാനായ സ്വഹാബി അൽ ജലീൽ അബ്ദുറഹ്മാൻ അസ്സാമിരി റളിയല്ലാഹു അൻഹുവിൻ്റെ സമക്ഷത്തിലാണ് നമ്മളുള്ളത്. അഥവാ ചേരമാൻ പെരുമാൾ റളിയല്ലാഹു അൻ വിശ്വപ്രസിദ്ധനാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വലിയ ഒരു മുഅ്ജിസത്താണ് ഷിഖുൽ ഖമർ, ചന്ദ്രനെ പിളർത്തിയ സംഭവം. ജബൽ അബുൽ ഖുബൈസിന്റെ മുകളിൽ ഉയർന്നു നിന്ന ചന്ദ്രനെ നോക്കി അവിശ്വാസികളിൽ പ്രമുഖരായ ആളുകൾ നബിതങ്ങളോട് ചോദിച്ചു, നിന്റെ അല്ലാഹ്ക്ക് കഴിവുണ്ടെങ്കിൽ അതൊന്ന് പിളർത്തി കാണിക്കാമോ? അഭ്യൂഹങ്ങളുടെയും ആത്മീയ രഹസ്യങ്ങളുടെയും ഉറവിടങ്ങളിലേക്ക് മനുഷ്യരാശിയെ തിരിച്ചുവിട്ട പ്രവാചകരുടെ പവിത്രമായ ചൂണ്ടുവിരൽ ഉയർത്തി പറഞ്ഞു, ചന്ദ്രൻ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം നീ ഒന്ന് പിളരണം. പിളർന്നു. ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് അതാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ടു പലരും. അതിൽപ്പെട്ട ഒരാളായിരുന്നു കോഴിക്കോട് സാമൂതിരിയായിരുന്ന രാജാവായ ചേരമാൻ പെരുമാൾ റളിയല്ലാഹു അൻഹു. സ്വഹാബികൾ കേരളത്തിലേക്ക് കച്ചവടാവശ്യാർത്ഥവും കൊളംബോയിലേക്ക് സിലോൺ മലയിലേക്ക് പോകുന്ന കാലഘട്ടത്തിൽ ഒരവസരം സ്വഹാബികൾ മുഖം കാണിക്കാനെത്തുകയും ഈ വിവരങ്ങളൊക്കെ അവതരിപ്പിക്കുകയും അവരോടുകൂടെ ബഹുമാനപ്പെട്ടവർ നബിതങ്ങളുടെ ഹളറത്തിലേക്ക് എത്തുകയും 5 കൊല്ലം അവിടെ ശിഷ്യരായി തുടരുകയും ചെയ്തതിൻ്റെ ഇടയിൽ മഹാനായ ചേരമാൻ പെരുമാൾ നബിതങ്ങളോട് പറഞ്ഞു, എൻ്റെ നാട് ഇന്ത്യ കുഫ്രിയത്തിലാണ്. മൃഗീയത്വത്തിൽ നിന്ന് മനുഷ്യത്വത്തിലേക്കും അജ്ഞാന കൂരിരുട്ടിൽ നിന്ന് വിജ്ഞാന പൂനിലാവിലേക്കും തൗഹീദിൻ്റെ നീർച്ചായലിലേക്കും മനുഷ്യരാശിയെ വിളിക്കാൻ യാ റസൂലല്ലാഹ്, ഞാൻ ഒറ്റയ്ക്ക് പോയാൽ അവർ വിശ്വസിക്കില്ല. സ്വഹാബികളിൽ ചിലരെയും എൻ്റെ കൂടെ വിടണമെന്ന് പറഞ്ഞപ്പോഴാണ് ഒരു സംഘം കേരളത്തിലേക്ക് വരുന്നത്. അങ്ങനെ കേരളത്തിൽ വന്നു. പന്തലായനിയിലും കോഴിക്കോടും അതോടൊപ്പം മാടായിയിലും കൊല്ലത്തും കാസർഗോഡും അവർ പള്ളികൾ നിർമ്മിച്ചിട്ടുണ്ട്. കാസർഗോഡ് പള്ളിയുടെ തളങ്കര പള്ളിയുടെ കട്ടളയിൽ കാണാം, ഹാദാ മസ്ജിദു മാലിക് ബിൻ ദീനാരിൻ വസാഫറ ജമാഅത്തു മിനൽ അറബ് ലിഇൽഹാരി ദീനിൽ ഇസ്ലാം വലിഇമാറത്തിൽ മസാജിദി വഹും ശറഫ് ബിൻ മാലിക് വമാലിക് ബിൻ ഹബീബ് വമാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹും അജ്മഈൻ സനത 5. 5-ാം വർഷമാണ് ആ സംഭവം. എന്ന് വെച്ചാൽ അള്ളാന്റെ റസൂല് മക്കയിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ കേരളത്തിൽ ഇസ്ലാം വന്നിട്ടുണ്ട്. ആ യാത്രയിൽ ഇതിൻ്റെ തൊട്ടപ്പുറം കടലാണ് കാണുന്നത്. ആ കടലിലൂടെയാണ് കോഴിക്കോടേക്കുള്ള യാത്ര. ബഹുമാനപ്പെട്ടവർ രോഗബാധിതനാകുന്നു, ഇവിടെ ഇറങ്ങുന്നു. മറ്റു സ്വഹാബികൾ കേരളത്തിലേക്ക് വരുന്നു. അങ്ങനെ പ്രമുഖനായ സ്വഹാബിയുടെ അവസാന നിമിഷത്തിൽ അള്ളാഹുവിനോട് കൈ ഉയർത്തി പറഞ്ഞു, ഞാൻ കിടക്കുന്ന ഈ സ്ഥലം കേരളം പോലെയാവണം, അതെൻ്റെ ആഗ്രഹമാണ്. അള്ളാഹു ആ ദുആ സ്വീകരിച്ചു. ബറും ബഹറും ജവ്വും അള്ളാഹു ആ നിലക്കങ്ങാക്കി കൊടുത്തു. ആകാശത്തിൽ നിന്ന് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കേരളത്തിൽ മഴയാണ്. ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ. ആ സമയത്താണ് മസ്കത്തിൽ ഈത്തപ്പഴം പഴുക്കുന്ന ചൂട്, തീക്കാറ്റടിക്കുന്ന ചൂട്. ആ സമയം സലാലയിൽ ഖരീഫാണ്. സ്പ്രേ മഴ വരുന്നു, കോട മൂടുന്നു, കാലാവസ്ഥ അനുകൂലമാകുന്നു, സ്വയം മൂന്നാർ പോലെയാകുന്നു, ജനലക്ഷങ്ങൾ ഇങ്ങോട്ട് വരുന്നു. ആ പ്രാർത്ഥനയുടെ ഫലം. ബഹറില് നാം കേരളക്കാർ ഇഷ്ടപ്പെടുന്ന അയിലയും മത്തിയും ഈ ഭാഗങ്ങളിൽ മാത്രമേ കിട്ടുകയുള്ളൂ. മണ്ണിലോ കേരളത്തിൽ എന്തെല്ലാം സസ്യലതാദികളുണ്ടോ അത് മുഴുവനും ഈ ചുറ്റളവിൽ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ അള്ളാഹു ആക്കി കൊടുത്തു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അത് ഇന്ന് നിലനിൽക്കുന്നു. അത്രയും പ്രശസ്തനായ ഒരു സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട ചേരമാൻ പെരുമാൾ റളിയല്ലാഹു തആല അൻ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത സമയങ്ങളിൽ ഇത് നേരെ ഒരു പള്ളിയുടെ ഉള്ളിലായിരുന്നു. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം പള്ളിയാണ്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത സമയത്ത് തന്നെ വലിയ പള്ളികളൊക്കെ പുനർനിർമ്മിച്ച് ഈ മക്കാമുകളൊക്കെ വിശാലമായ രൂപത്തിലാക്കും. അതിനുള്ള തർത്തീബുകളൊക്കെ നടക്കുകയാണ്. ബഹുമാനപ്പെട്ടവരോടൊപ്പം അള്ളാഹു സ്വർഗത്തിൽ ഒരിടം നമുക്ക് നൽകുമാറാവട്ടെ. ഈ കിടക്കുന്നത് ബഹുമാനപ്പെട്ടവരുടെ ഭാര്യയാണെന്നാണ് പ്രസിദ്ധമായ അഭിപ്രായം. ഈ 5 കൊല്ലം അവിടെ താമസിച്ചപ്പോൾ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരിയെ അള്ളാഹിൻ്റെ റസൂല് ആർക്ക് കല്യാണം കഴിച്ചു കൊടുത്തു? ചേരമാൻ പെരുമാൾ റളിയല്ലാഹു അൻഹുവിന് കല്യാണം കഴിച്ചു കൊടുത്തു എന്ന് ചരിത്രത്തിൽ കാണുന്നുണ്ട്. എന്തായാലും അള്ളാഹുവരുടെ ദറജകൾ വർദ്ധിപ്പിക്കട്ടെ. നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ ഇർഷാദിയ അക്കാദമിയും മുന്തക്കയം മലയോര പ്രദേശത്ത് ദീനീ ദഅവത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ഥാപനത്തിൻ്റെ കരുത്തരായ ആളാണ് ലിയാഖത്തു സഖാഫി. ആ സ്ഥാപനത്തിനെയൊക്കെ നിങ്ങൾ അകമഴിഞ്ഞ് സഹായിക്കണം. അവിടുത്തെ എല്ലാ ദിവസവും നടക്കുന്ന മജ്ലിസുണ്ട്. ആ മജ്ലിസുകളിലൊക്കെ പങ്കെടുക്കണം.
അതിന് സഹായിക്കുന്നവർക്കും സഹകരിക്കുന്നവർക്കും ഇത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കുമെല്ലാം കാരുണ്യവാനായ അള്ളാഹു അവൻ്റെ ഔദാര്യവും അവൻ്റെ റഹ്മത്തും നിരന്തരം വർഷിപ്പിക്കുമാറാവട്ടെ. അവസാനം മുഹമ്മദുർ റസൂലുള്ളാഹ് ആ പൂമേനി തിരുമേനിയോടൊപ്പം സ്വർഗത്തിൽ നമ്മളെ എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് ചേർത്തി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.